എല്ലാം നീ വരുത്തി വെച്ചതല്ലടാ മണ്ട. അരയ്ക്ക് താഴോട്ട് തളർന്ന ഒരുത്തരെ കിട്ടിക്കഴിഞ്ഞ മൂത്തവളുടെ ജീവിതം അതോടെ തീരുമെന്നായിരുന്നു നിന്റെ വിചാരം. പക്ഷെ അവക്കിപ്പോ ഇവിടത്തേക്കാളും സുഖമാണെന്നാ തോന്നുന്നത്. എന്നാലും അവൾ ഇങ്ങനൊരു പേരുദോഷം കേൾപ്പിച്ചിട്ടും അവനത് കാര്യമാക്കിയില്ലല്ലോ അമ്മേ. കാര്യമാക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? എടാ, അവൾ അവനെ വേണ്ടെന്ന് പറഞ്ഞിട്ട് പോന്നാലേ പിന്നെ ആരെങ്കിലും അവന് പെണ്ണു കൊടുക്കുവോ? കോടികൾ കൊണ്ട് കോട്ടുവായിട്ടോണ്ടിരിക്കാനേ അവന് പറ്റൂ. അല്ലാതെ കുടുംബത്തിൽ പിറന്നതും പിറക്കാത്തതുമായ ഒരു പെങ്കൊച്ചും അവനെ പോലെ ഒരുത്തരെ കെട്ടിയനാക്കാൻ സമ്മതിക്കത്തില്ല. എനിക്ക് മൊബൈല് മാത്രല്ല, മോൾക്ക് സ്വർണവും വാങ്ങിക്കൊടുത്ത് കണ്ണൻ. ദേ കണ്ടോ? ഇങ്ങോട്ട് നോക്കിയേ. നോക്ക്. അവളൊരു മൊബൈലും പുതിയ മൊബൈലാ. അതുകൊണ്ടാ ഞാൻ എറിഞ്ഞു പൊട്ടിക്കാത്തത്. അതും അവൻ വാങ്ങിച്ചു തന്നുകൊണ്ട് മാത്രം. അല്ലെങ്കിലേ ഇങ്ങനൊരു ഫോട്ടോയും കൊണ്ട് പൂത്തുലഞ്ഞ മനസ്സുമായിട്ട് വന്നാലേ നിന്റെ ഈ മൊബൈലുണ്ടല്ലോ അത് ഞാൻ താഴെയിട്ട് ചവിട്ടി 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 പൊടിച്ചേ. ഇതൊക്കെ എന്തൊക്കെയാണ് പ്രതാപ ഈ കാണുന്നത്? ഈ കല്യാണത്തോടെ എന്റെ മോളുടെ ജീവിതം തീർന്നു. എങ്കിലും ഒരാശ്വാസമുണ്ട്. എന്റെ മോള് തെറ്റായ വഴിയിലൂടെ നടക്കുന്നവളല്ലെന്ന് കണ്ണന് മനസ്സിലായി. അതുകൊണ്ട് ആ മോനെ ഈ രീതിയിൽ പ്രതികരിച്ചത്. പൊടി കേറി പൊടി. അവൻ എന്തുകൊണ്ട് അവളെ ഇങ്ങനെ സന്തോഷിപ്പിക്കുന്നെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നീ അവളുടെ അവന്റെ മഹത്വമൊന്നും ഇവിടെ വിളമ്പണ്ട. കേറി പോടി. ഇനി ഇങ്ങനെ തോണ്ടി തോണ്ടി ഇരിക്കാം. പോ. എടാ പ്രതാപ, ഇത് ഇങ്ങനെ വിട്ടാ പറ്റത്തില്ല. വിളിക്കവനെ. ഉണ്ണിയെ വിളിക്കാൻ. ഉണ്ണിയെ വിളിക്കണ്ടേ? മോളെ വിളിക്കാം. ഹലോ അച്ഛാ. മോളെ, മോളുടെ അമ്മയ്ക്ക് അവിടുന്ന് ഒരുത്തൻ വില കൂടി ഒരു ഫോൺ കൊടുത്തയച്ചായിരുന്നു. ആ മൊബൈല് കൊടുത്തയച്ച എന്തിനാണെന്നറിയോ? വില കൂടിയ സ്വർണ്ണമിട്ട് അവളുടെ മോള് നിൽക്കുന്ന ഫോട്ടോ കാണിച്ചു കൊടുക്കാൻ. കണ്ടു. ഫോട്ടോയിലൂടെ അല്ല, നേരിട്ട് കണ്ടു. അവള് 10-15 പവന്റെ ഒരു നെക്ലേസ് ഇട്ടുകൊണ്ട് നിൽക്കുന്നത്. അത് കണ്ട് ഞാൻ മാത്രമല്ല, ഈ വീടിനകത്തുള്ളവരെല്ലാവരും ഞെട്ടിയിരിക്കുക. ദേ ഉണ്ണിയേട്ടൻ വന്നിട്ടുണ്ട്. അച്ഛന് പറയാനുള്ളത് എന്താന്ന് വെച്ചാ ഇനി ഉണ്ണിയേട്ടനോട് പറ. അച്ഛനാ. ഞാൻ എന്റെ മൂത്ത മോളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടതേ അവളെ മഹാറാണിയാക്കാനല്ല, അവളുടെ ഭർത്താവിനോടൊപ്പം എന്റെ മോളുടെ കാര്യങ്ങൾ കൂടി നോക്കാനാ. ഇതിപ്പോ അവളത് ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, ലക്ഷക്കണക്കിന് വില വരുന്ന സ്വർണ്ണമാലയൊക്കെ ഇട്ടിട്ട് എന്റെ മോളെയും ഞങ്ങളെയൊക്കെ വെല്ലുവിളിച്ചോണ്ടിരിക്കുന്നു. ആ മാലയുടെ ഫോട്ടോ അവൻ അങ്ങ് അയച്ചു തന്നു. ആറിനെ ചൂടാറുന്നതിന് മുമ്പ് ഇങ്ങനെ അയച്ചു തന്നു. ഇതെന്താ പോലെ അവിടൊക്കെ നടക്കുന്നത്? ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.